ഹായ് ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഫ്ലവർ ഷോ കാണാൻ ലാൽബാഗിൽ പോയ വീഡിയോ കേട്ടോ ഈ അപ്ലോഡ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ഫ്ലവർ ഷോസും ഞങ്ങൾ പോകാറുണ്ട്. ഇത്തവണ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട് ശോഭ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശോഭ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ശോഭയെ കാണിക്കാമെന്നോർത്ത് ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ ലാൽബാഗിൽ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് മെട്രോയ്ക്ക് പോകാം കേട്ടോ. മെട്രോയ്ക്ക് ചെന്ന് മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് ലൈൻ മാറി കയറണം. അടുത്ത ട്രെയിനിൽ സെക്കൻഡ് സ്റ്റോപ്പാണ് ലാൽബാഗ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് അതിൻ്റെ അകത്ത് കയറി. കുറച്ച് നടക്കാനുണ്ട്, കാരണം ഒരു 240 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലം. അപ്പോൾ ഇത് മൊത്തം ചുറ്റി കാണുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ കുറേശ്ശെ ഒക്കെ നടന്നു, കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്താട്ടോ നടന്നു പോയത്. അപ്പോൾ എല്ലാ ഫ്ലവർ ഷോയ്ക്കും ഒരു തീം ഉണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ തീം എന്ന് വെച്ചാൽ സ്വതന്ത്ര സമര സേനാനികളുടെ ഹിസ്റ്ററിയാണ്. അതായത് ബേസിക്കലി കർണാടക സ്റ്റോറിയാണ്. അതായത് കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള കിത്തൂര ചെന്നമ്മ എന്ന് പറഞ്ഞ ഒരു റാണിയുടെയും ക്രാന്തിവീര സംഗൊല്ലി രായന എന്ന് പറയുന്ന ഒരു ആർമി ചീഫിൻ്റെയും സ്റ്റോറിയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത് മിക്കവാറും ഗ്ലാസ് ഹൗസിലായിരിക്കും കേട്ടോ ആ തീം സെറ്റ് ചെയ്തേക്കണേ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഗ്ലാസ് ഹൗസിലേക്ക് കയറി. അതിൻ്റെ അകത്ത് അതിമനോഹരമായിട്ടാട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ കിത്തൂര ചെന്നമ്മയുടെയും ക്രാന്തിവീര സംഗൊല്ലി രായനയുടെയും ഒക്കെ സ്റ്റാച്യൂസൊക്കെ അടിപൊളിയായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്ലവേഴ്സ് കൊണ്ടാണ് ഈ അലങ്കാരങ്ങളൊക്കെ. ഈ കിത്തൂര ചെന്നമ്മ എന്ന് പറയുന്നത്, കിത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റാണിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഒരു 1820കളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഈ ക്രാന്തിവീര സംഗൊല്ലി രായണ്ണ എന്ന് പറയുന്ന ആർമി ചീഫും. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പൊരുതിയതും അവരുടേതായ ഹിസ്റ്ററി അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാനൊക്കെ നല്ല സൗകര്യപ്രദമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ മോണിറ്ററിൽ, അതായത് സ്ക്രീൻ ഇട്ടിട്ടുണ്ട്, അതിൽ ഇതിൻ്റെ സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട്. റെക്കോർഡിംഗ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ പലതും ഇട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അവരുടെ സ്റ്റോറീസാണ് അവിടെ മൊത്തം അവർ കാണിച്ചേക്കണതൊക്കെ. അപ്പോൾ അത് എന്താ പറയുക, ഫുൾ ഫ്ലവേഴ്സ് കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. ഞങ്ങൾ പോയ അന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല, മൺഡേ ആയിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തായിരുന്നു കഴിഞ്ഞ 3 ദിവസത്തെ അവധിക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ. ഈ ബിൽഡിങ്ങുകളൊക്കെ ഫ്ലവേഴ്സാട്ടോ മൊത്തം. അത് ജമന്തി ഫ്ലവേഴ്സില്ലേ, അതാണ് കൂടുതൽ അലങ്കാരങ്ങളിലൊക്കെ വെച്ചേക്കണത്. പിന്നെ ഈ ചെടി കണ്ടോ, ഇതൊരു പ്രത്യേകതരം ചെടിയാണ്. അതായത് പ്രാണികളെ തിന്നുന്ന ചെടിയാട്ടോ. അതിൽ ആ കപ്പ് പോലെ തൂങ്ങിക്കിടക്കണുണ്ടോ, അതിൽ കൂടിയാണ് അത് പ്രാണികളെ തിന്നണതെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രാണിശല്യം ഉണ്ടാക്കി ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതാ ഈ പിക്ചറിൽ കാണുന്ന ബിൽഡിങ് അവരവിടെ റിക്രിയേറ്റ് ചെയ്തേക്കുക ഫ്ലവേഴ്സ് കൊണ്ട്. ഇത് ഈ റാണി ചെന്നമ്മയുടെ ടോംബ്, ശവകുടീരത്തിൻ്റെ ഭാഗത്ത് ഒരു മെമ്മോറിയലായിട്ട് കർണാടക ഗവൺമെൻറ് പണിത ബിൽഡിംഗ് ആട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ അവർ റിക്രിയേറ്റ് ചെയ്തേക്കുക. ഫുൾ ഫ്ലവേഴ്സാണ്, ചമ്മന്തി പൂക്കളാണ് അത് മൊത്തം അലങ്കരിച്ചിരിക്കുന്നത്. ഇത് സംഗൊല്ലി രായനയുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ആ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് പേരെ നിർത്തിയേക്കുന്നുണ്ട് ഒരു സ്റ്റാച്ചു ആയിട്ട്. അതും ഒരു സ്റ്റോറിയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ പബ്ലിക്ലി ഹാങ്ങിങ് ചെയ്തതാണ്. അതായത് സ്വതന്ത്ര സമര സേനാനികളാണ് അവരൊക്കെ. നമ്മുടെ നാടിന് വേണ്ടി പൊരുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ തലമുറ അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കർണാടക ഗവൺമെൻറ് ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്.
പൂക്കളൊക്കെ കണ്ടോ എന്ത് ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചേക്കണത്. ഇത് ഗ്ലാസ് ഹൗസിൻ്റെ പുറത്താട്ടോ. പുറത്തും അതിമനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് വിളിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. മഴയില്ല വെയിലുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഈ അലങ്കാരങ്ങളൊക്കെ മൊത്തം ഫ്ലവേഴ്സ് കൊണ്ടാട്ടോ ആ കിണറൊക്കെ സെറ്റ് ചെയ്തേക്കണത്. എല്ലാം ഫ്ലവേഴ്സാണ്. അപ്പോൾ ഫ്ലവർ ഷോൻ്റെ പ്രമാണിച്ചാണ് ഈ അലങ്കാരങ്ങളൊക്കെ. സാധാരണ ഇവിടെ ചെല്ലുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവും, എന്നാൽ ഇത്രയും പൂക്കളൊന്നും കാണാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റാളുകൾ ഇടും ഈ ഫ്ലവർ ഷോൻ്റെ പ്രമാണിച്ച്. അപ്പോൾ അതിൽ നമുക്ക് വാങ്ങിക്കാവുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഡ്രസ്സ്, ഫുഡ് ഐറ്റംസ്, സ്നാക്സ്, പിന്നെ വള, മാല, കമ്മല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ മേടിച്ചു. പിന്നെ വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കതാണല്ലോ വേണ്ടത്, ഫോട്ടോസും വീഡിയോസും. അവിടെ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ലൈവായിട്ട് ഫോട്ടോ എടുത്ത് പ്രിൻറ്റ് തരും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിൽ അതിന് വേണ്ടിയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആർച്ച് പോലെയൊക്കെ. അപ്പോൾ അവിടെ നിർത്തിയാണ് അവർ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് ഈ ചേട്ടനാണ് ഫോട്ടോ എടുത്ത് തന്നത്. നല്ല അടിപൊളി പ്രിൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഒരു കോപ്പി 100 റുപ്പീസാണ്. ഞങ്ങൾ ബാർഗെയിനൊന്നും ചെയ്തില്ല. അവരുടെ ഒരു ജീവിതമാർഗ്ഗമുള്ള ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോഴല്ലേ അവർക്കും കുറച്ച് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അതാ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു. നല്ല അടിപൊളി പ്രിൻ്റായിരുന്നു കേട്ടോ. ഓരോ കോപ്പി വെച്ച് ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ച് അവശരായിട്ട് ഇതാ ഇരിക്കണ നോക്കൂ. ശോഭയൊക്കെ വെള്ളം കുടിക്കുക അവിടെ നിന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.